This is Dr. Sarita Bray, Managing Director, Chief Consultant, Dermacare Cosmetic Clinic. ഇപ്പോൾ എല്ലാവർക്കും അറിയേണ്ട ഒരു ട്രെൻഡിങ് വിഷയമാണ് ഗ്ലൂട്ടാത്തിയോൺ. ഏറെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ക്ലിനിക്കിൽ ഒരുപാട് കേസ് ഡോക്ടർ വെളുക്കാൻ മരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഗ്ലൂട്ടാത്തിയോൺ, ഗ്ലൂട്ടാത്തിയോൺ IV ഇടുന്നത് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ്സ് എത്ര നാൾ കഴിക്കേണ്ടി വരും, കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വരുമോ, അല്ലെങ്കിൽ ഇത് എത്ര നാൾ കഴിക്കേണ്ടി വരും, അത് കഴിച്ചു കഴിഞ്ഞ് പിന്നെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ കളർ മാറുമോ, ഇങ്ങനെയൊക്കെ ഒത്തിരി ചോദ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇട്ടത്. ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് ശരിക്കും പറയാം എല്ലാവരുടെ കോൺസെപ്റ്റിലും ജസ്റ്റ് സ്കിൻ ലൈറ്റനിങ് ചെയ്യുന്ന ഒരു സംഗതി അല്ലെങ്കിൽ ഒരു മരുന്ന് എന്നൊരു കോൺസെപ്റ്റാണ് ഇരിക്കുന്നത്. എന്നാൽ ഗ്ലൂട്ടാത്തിയോണിനെ പറ്റി മനസ്സിലാക്കേണ്ടത്, ഗ്ലൂട്ടാത്തിയോൺ ഏറ്റവും നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് ആണ്. ആന്റി ഓക്സിഡന്റ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ശരീരത്തിലെ കോശങ്ങൾ തകരാതിരിക്കാൻ അല്ലെങ്കിൽ അതിന് ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ സഹായിക്കുന്നവയാണ് നമ്മുടെ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലൂട്ടാത്തിയോണിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഗ്ലൂട്ടാത്തിയോൺ ഉണ്ട്. സ്കിൻ ലൈറ്റനിങ് അല്ലെങ്കിൽ കളറ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ആ ഡാർക്ക്നെസ് കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, അതല്ലാണ്ട് തന്നെ നമ്മുടെ വൈറ്റലായിട്ടുള്ള ഓർഗൻസിന് വളരെ നല്ല ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടാത്തിയോൺ. ഇപ്പൊ എടുത്ത് പറയാനാണെങ്കിൽ സ്കിന്നിലാണെങ്കിൽ നമ്മുടെ മെലാനിന്റെ ഒരു അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. നമ്മുടെ സ്കിന്നിനെ ഒരു ആന്റി ഏജിങ് ലുക്കിൽ കൊണ്ടുവരാനായിട്ടും സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പുള്ളികൾ, അതായത് പിഗ്മെന്റേഷൻസ് ഒക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതേപോലെ തന്നെ ഇപ്പം ലിവർ ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു ഡീടോക്സിഫൈ ആണ് നമുക്ക് ലിവറിന് ചെയ്യുന്നത്. കാരണം ലിവറിനെ നല്ല രീതിയിൽ ശുദ്ധീകരിച്ചിട്ട് നമ്മളുടെ കരളിന്റെ ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ കൃത്യഗതിയിൽ കൊണ്ടുവരാൻ സഹായിക്കും. ഇനി തലച്ചോറിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു കോഗ്നിറ്റീവ് പവർ, അതായത് നല്ല രീതിയിൽ ഒരു ബുദ്ധിശക്തി ആയാലും ഓർമ്മശക്തി ആയാലും കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഇനി ഉറക്കമൊക്കെ നല്ല സ്റ്റെബിലൈസ് ആയിട്ട് ബാലൻസ് ചെയ്യാനായിട്ടും ഗ്ലൂട്ടാത്തിയോൺ സഹായിക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾക്ക് നല്ലൊരു ഇമ്മ്യൂണിറ്റി കിട്ടാനും നമ്മുടെ സ്കിന്നിനുണ്ടാവുന്ന ഇഷ്യൂസ് ഒക്കെ ടാക്കിൾ ചെയ്യാനൊക്കെ, അതായത് സ്കിന്നിനുണ്ടാകുന്ന അൺവാണ്ടഡ് പിഗ്മെന്റേഷൻ ഒക്കെ ടാക്കിൾ ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി ഇത് കൂടാതെ തന്നെ ഗ്ലൂട്ടാത്തിയോണിന് ചില പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആന്റി ഏജിങ് ആണ്. അപ്പം എല്ലാവരും ചോദിക്കാറുണ്ട് എടുത്തു കഴിഞ്ഞാൽ വയസ്സാവില്ലേ? അങ്ങനെയല്ല. ഏതൊരു ട്രീറ്റ്മെന്റ് എടുത്താലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങളൊരു ട്രീറ്റ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ IV ആണെങ്കിലും ഓറൽ മെഡിക്കേഷൻസ് ആണെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ ഏത് രീതിയിലാണ് കൊണ്ടുവന്നത്, ഏത് രീതിയിൽ കെയർ ചെയ്ത് ഫ്യൂച്ചറിൽ കൊണ്ടുവന്നു എന്നുള്ളതിനെ വെച്ച് നിൽക്കും നിങ്ങളുടെ റിസൾട്ട് നിലനിൽക്കുന്നത്. ഗ്ലൂട്ടാത്തിയോൺ സാധാരണഗതിയിൽ മിനിമം പീരീഡ് നമ്മൾ പറയാറ് 3 months ആണ്. അത് ഓറൽ ഗ്ലൂട്ടാത്തിയോൺസ് ആണെങ്കിലും അതിപ്പം എഫർവസന്റ് ആയിട്ടുണ്ട്. അതായത് എഫർവസന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് വെള്ളത്തിലിട്ടോണ്ടേ അല്ലെങ്കിൽ നമുക്ക് ജ്യൂസ് പോലെ കുടിക്കാൻ പറ്റുന്നത്. പിന്നെ ടാബ്ലറ്റ് ഫോമിലുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഉള്ളത് IV ഫോമാണ്. അപ്പൊ IV ഫോമാണ് കുറച്ചുകൂടെ മോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയാൻ പറ്റുന്നത്. എന്നാൽ അത് മാത്രമല്ല മറ്റുള്ളതാണെങ്കിലും ഒരു ചേഞ്ചസ് ഒക്കെ ഒരു പരിധി വരെയുള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ ഒക്കെ എടുത്ത് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ IV എടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി സ്കിൻ കെയർ വേണ്ട എന്നുള്ള കോൺസെപ്റ്റ് ഒരിക്കലും ഇവിടെ എടുക്കല്. അതുകൊണ്ട് ഗ്ലൂട്ടാത്തിയോൺ ഇഞ്ചക്ഷനെ പറ്റിയിട്ട് കൂടുതൽ സൈഡ് എഫക്റ്റിനെ പറ്റിയിട്ട് നിങ്ങൾ ബോധന ചെയ്യേണ്ട. കാരണം സൈഡ് എഫക്ട്സ് ഇതുവരെ റിപ്പോർട്ടായിട്ട് വലുതായിട്ടൊന്നും നോട്ടീസ് ചെയ്തിട്ടില്ല. ഞാൻ തന്നെ എന്റെ പേഷ്യൻസിലൊന്നും ഒരു സൈഡ് എഫക്ട് ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ല. പിന്നെ ചെറുതായിട്ട് സാധ്യത ഉള്ള ഒരു സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് IV എടുക്കുമ്പോൾ ചെറിയ സ്കിൻ ഇറിറ്റേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അത് പെട്ടെന്ന് തന്നെ മാറുന്ന ഒരു തരത്തിലുള്ള സ്കിൻ ഇറിറ്റേഷൻസ് ആയിരിക്കും. മറ്റൊരു വൈറ്റൽ ഇഷ്യൂസും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഗ്ലൂട്ടാത്തിയോണിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളുടെ ഡയറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് ഗ്ലൂട്ടാത്തിയോൺ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട്. ഇപ്പൊ എടുത്ത് പറയാനാണെങ്കിൽ നമുക്ക് ഇപ്പൊ ഗ്രേപ്സ്, ഓറഞ്ച്, അതേപോലെ വിറ്റാമിൻ C റിച്ച് ആണ് ഓറഞ്ച്. അതുപോലെ തന്നെ ഈ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടീസും ഉണ്ട് എല്ലാ സിട്രിക് ഫ്രൂട്ട്സിലും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും ബീട്രൂട്ട്, ഇതിലൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഡയറ്റിൽ നിന്നും കുറേയൊക്കെ നമുക്ക് സപ്ലിമെന്റ്സ് കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, IV എടുക്കുകയാണെങ്കിൽ അത് വളരെ പ്രോപ്പർ ആയിട്ട് തന്നെ ഒരു ഡോക്ടറുടെ ഗൈഡൻസിൽ മാത്രമേ എടുക്കാവൂ. നിങ്ങൾ സാധാരണ ഇപ്പൊ പല സലൂൺസും IVs ഒക്കെ ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതൊരു പ്രോപ്പർ ഗൈഡൻസ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഓക്കെയാണ്. ഒരു ഡെർമറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റോളജിസ്റ്റോ പ്രോപ്പർ ഗൈഡൻസിൽ മാത്രമേ നിങ്ങൾ IV സെഷൻസ് എടുക്കാവൂ. ഇതിന്റെ പ്രൈസ് അമൗണ്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ സെഷൻ വൈസ് ഡിഫറെന്റ് ആണ്. കാരണം ഇഞ്ചക്ഷന്റെ റേറ്റ് അനുസരിച്ച് വരും പ്രൈസ് അമൗണ്ട്സ് പലയിടത്തും വ്യത്യസ്തമായ രീതിയിൽ നിൽക്കും. അപ്പൊ നിങ്ങൾ വളരെ പ്രോപ്പർ ആയിട്ട് തന്നെയാണ് ഇതിന്റെ ഇഞ്ചക്ഷൻ വിത്ത് ഗൈഡൻസ് നിങ്ങൾ എടുക്കേണ്ടത്. മിനിമം 7 to 8 സെറ്റിംഗ് അല്ലെങ്കിൽ മാക്സിമം 7 സെറ്റിംഗ്സ് എങ്കിലും നിങ്ങൾ എടുക്കേണ്ടി വരും ഈ ഒരു IV ലെവലിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ. ഇനി ഓറൽ സപ്ലിമെന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാവുന്നതാണ്.
അതിപ്പോൾ എഫർവസന്റ് ആണെങ്കിലും ടാബ്ലറ്റ്സ് ആണെങ്കിലും. അപ്പോൾ ഗ്ലൂട്ടാത്തിയോണിനെ പറ്റി എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നത്. കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക.